ഹായ്, ഇന്ന് എൻ്റെ മോൻ ഇൻ്റർവെൽ തന്ന പോലെ കുറച്ച് ടൈം ഞാൻ ഫ്രീ ആയിട്ടിരുന്നായിരുന്നു. അപ്പം ഞാൻ അലമാരി തുറന്നപ്പോൾ മൊത്തം അലങ്കോലമായിട്ടിരിക്കുന്നത്. പൊതുവെ എനിക്ക് അടുക്കി വെക്കുന്നത് ഞാൻ ഇച്ചിരി പിന്നോട്ടാണ്. എന്നാലും ആ 28 തുണികളൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനെല്ലാം വലിച്ച് വഴിയിട്ട് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് കസവിൻ്റെ ഞങ്ങൾ തീമായിട്ടെടുത്ത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ 28 ഡ്രസ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് അത് കേട്ടോ. പിന്നെ തപ്പിയപ്പം പണ്ട് ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സുകളാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് പറയുമ്പോഴത്തേക്കിനും കുഞ്ഞിനിപ്പോൾ ഇടാൻ പറ്റിയ തുണികളേ അല്ല ഇതൊന്നും. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമുക്കറിയാമല്ലോ. ഈ ടൈമിൽ ഇവൻ ഇതിട്ട് കഴിഞ്ഞാൽ ഇവൻ എന്നെ ഇവിടെ ചവിട്ടി പൊട്ടിക്കും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള തുണികളെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ കണ്ട് മതി വരുന്നില്ല. കാരണം ഇതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുകളും കാര്യങ്ങളും ആയിരുന്നു. എന്ത് ചെയ്യാനാ, കുഞ്ഞിന് ഈ ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനോടൊരു ദ്രോഹമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാനോട് സ്ലീവ്ലെസ്സാണ് ചെയ്യുന്നത്. ഈ റോംബസൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്ക്. ഇത് വേറൊരു ഡ്രസ്സ് കേട്ടോ. ഇത് ആരാ തന്നേന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഓരോന്നോരോന്ന് ഞാനിങ്ങനെ തപ്പി പറക്കി എടുക്കുകയാണ്. സ്ലീവ്ലെസ് ഇതാണ് ഇപ്പം ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പറ്റിയ തുണി കേട്ടോ. ഞാനാണെങ്കിൽ എനിക്കറിയാൻ ഞാൻ കുറേ തുണികൾ വാങ്ങിയെങ്കിലും പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് തുണികൾ. കുഞ്ഞുങ്ങൾക്ക് ഇടാനും അതുങ്ങൾക്ക് ഇച്ചിരി കാറ്റ് കയറി അതുങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ, അതിന് പറ്റിയ കുറേ ഒരു കുട്ടി നിക്കറുകളും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ സ്ലീവ്ലെസ് അങ്ങനെ കുറേ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ എണ്ണം യൂസ് ചെയ്ത് ഇതൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന കുറേ എണ്ണമാണ് ഞാനിപ്പോൾ കാണാണ്ടിരുന്നതാണ് കേട്ടോ. ഇതൊക്കെ എടുത്ത് ഇനി മാറ്റി വെക്കണം ഓരോന്ന്. കാരണം ഈ ടൈമിൽ യൂസ് ചെയ്യില്ലെങ്കിൽ പിന്നെ കുട്ടികൾ എളുപ്പം അങ്ങ് വളരും. ഇത് കണ്ടോ, ഇത് വേറൊരാൾ തന്നെ, ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. കാണാൻ ഗിഫ്റ്റ് പോയി തരുന്നതുകൊണ്ട് നമുക്ക് ആരാന്നറിയില്ല. ഇതിൽ പല കളറുകളുണ്ട് കേട്ടോ, ഒരു 5-6 കളറുണ്ട്. അതേ കിട്ടി, ഒരു നീല. പിന്നെ ഇതിപ്പോൾ ഇടാൻ പറ്റിയൊരു പ്രായത്തിൽ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് നല്ലോണം. അതിൻ്റെ കൂട്ടത്തുണ്ട് ഇത് കണ്ട് ഒരു വെറൈറ്റി ആയിട്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ അടുത്തിടെ ഞാനാണെങ്കിൽ ചാലക്കുടി വരെ പോകുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇടാൻ എഴുതി. ഇത് വേറെ സ്ലീവ്ലെസ്, എല്ലാം നല്ല മെറ്റീരിയലാണ് കേട്ടോ, കോട്ടൺ. ഈ ടൈമിലൊക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ മെറ്റീരിയൽ. ഇതും വേറെ വേണം. ക്യൂട്ടായിട്ടുള്ളതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. ഇതൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ അടി കണ്ടോ കുറേ നോട്ട്സ് പോലെ കുറേ ബട്ടണുണ്ട്. അപ്പം ഇതിനകത്തൂടെ നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ സ്നഗ്ഗീസ്, നാപ്പീസ് അതെല്ലാം നമുക്ക് മാറ്റാൻ വളരെ ഈസിയാണ്. കാരണം ഈ കൊച്ചു പിള്ളേരുടെ തലയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ഊരിയെടുക്കുമ്പോൾ ഒരു ഭയങ്കര മെനക്കേടാണ്. ഇത്രയും നേരം അമ്മയ്ക്കൊരു ഇൻ്റർവ്യൂ തന്നെയല്ലേ, ഇനി കുറച്ച് പണി കൊടുത്തേക്കാന്ന് പറഞ്ഞ് അടുത്തൊരാളെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവരെയും കൊണ്ട് കുറച്ച് നേരം അങ്ങോട്ടേക്ക് കൊണ്ട് നടന്നൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ച് കിടത്തി ഉറക്കി. നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ള ബേബി ഹഗിലെ പ്രോഡക്റ്റ്സാണ് കേട്ടോ. ഇത് കണ്ടോ, വേറൊരു സാധനം, ഒരു ആനക്കുട്ടിയുടെ കൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇതങ്ങ് എടുത്തേനെ. പക്ഷേ ഞാൻ തലയിൽ കൂടെ ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമോയെന്ന്. എത്ര ആണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ചൈൽഡ്ഹുഡ് മൈൻഡ് എപ്പോഴാണെങ്കിലും കാണുമല്ലോ, നല്ല രസമില്ലേ, എങ്ങനെയുണ്ട് കാണാൻ. ഇനി ഏറ്റവും എനിക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ള ആളുണ്ട്, നടേശ് ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ, എൻ്റെ പപ്പയുടെ ബോസാണ്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നടേശ് ആൻറ്റി എനിക്ക് ന്യൂയോർക്കിൽ പോകുമ്പോൾ അവിടെ കുറേ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലെ കുറേ ക്യൂട്ട് ഡ്രസ്സുകളാണ് അതിൽ കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാതെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോഴത്തേക്കിനും എവിടെയെങ്കിലും ഞങ്ങൾ കറങ്ങാനൊക്കെ ഇനി ഞാനും ഹസ്ബൻഡും ഒക്കെ പോകുമ്പോഴത്തേക്കും മോനിടാൻ പറ്റിയ നല്ല കുറേ ഉടുപ്പുകളെല്ലാം നോക്കി എന്തൊരു വെറൈറ്റിയാണ്. മിറ്റൻസും ഹാറ്റ്സും 3 പീസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നോക്ക്, വിത്ത് ഷൂ വരെ വാങ്ങിയിട്ടുണ്ട്. നോക്ക് എല്ലാം എന്തൊരു ഭംഗിയാന്ന് നോക്കുകയാണ്. എന്നാ അമ്മേ എനിക്ക് വയ്യ, ഇനി അടുക്കി പോകാൻ എനിക്ക് വയ്യ. അടുത്ത വീഡിയോ ഞാൻ എന്തെങ്കിലും പൊക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്.